ചെറിയൊരു അരുവി വെള്ളം വന്നിട്ട് കണ്ടില്ലേ പോകുന്നേ. എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല തണുപ്പാട്ടോ ഇവിടെ. കുറച്ച് റൈഡേഴ്സിനെ കണ്ടേ ഞാൻ. റൈഡേഴ്സ് നിങ്ങൾ എങ്ക പോറേ? അതിരപ്പള്ളിയാ? എങ്കിരുന്ന് വേറെ? ചെന്നൈ. ചെന്നൈയിലിருந்து വേറെ കേട്ടോ. ഇവങ്ക ഫുൾ ബൈക്ക് താ. അതിരപ്പള്ളിയിൽ നിന്ന് എങ്ക പോറേ? പിന്നെയും നമ്മൾ യാത്രയിലാണ്. മലക്കപ്പാറ എത്തിയിട്ടില്ല കേട്ടോ. ഇതാ വേറൊരു വെള്ളച്ചാട്ടം. ഈ റൂട്ടിൽ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. മലമുകളിൽ നിന്ന് വരുന്ന നല്ല പ്യുവർ വെള്ളമാണ്. എന്ത് രസമല്ലേ കാണാൻ. ഞാനൊന്ന് വിശ്രമിക്കാൻ നിർത്തിയിട്ടോ വണ്ടി. അപ്പോൾ നമുക്ക് ഫുള്ള് കാപ്പിത്തോട്ടാട്ടോ ഇവിടെ വരുന്നത്. ഫുള്ള് കാപ്പിത്തോട്ടങ്ങൾ. വനങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാപ്പിത്തോട്ടം അവിടെ വരുന്നത്. പലതരം കാപ്പികളാട്ടോ അവിടെ. നല്ലൊരു ചായ അപ്പച്ചൻ അടിക്കുന്നുണ്ട്. അപ്പച്ചൻ ഇപ്പം എവിടെ താമസിക്കുന്നത്? ഇവിടെ കടയിൽ തന്നെയാണ് അപ്പച്ചൻ താമസിക്കുന്നത്. വേറെ വീടില്ല. മക്കള് മൂന്നാളുണ്ട്. ഓരോ വീട്ടിൽ പോകുമ്പോൾ ചേട്ടൻ്റെ പേരെന്താ? ഉദയചന്ദ്രൻ. എന്താ ചെയ്യുന്നത്? കടയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആ ശരി. അടിപൊളി ചായ കേട്ടോ. നമുക്കൊരു ചായ പിടിക്കാം. ഞാൻ വയനാട്. വയനാട് അടിപൊളിയാ, സെറ്റാ. കുഴപ്പമൊന്നുമില്ല. രൂപയുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും വരുമ്പോൾ കയറണം അപ്പച്ചൻ്റെ കടയിൽ. ഇനി കഴിച്ചിറങ്ങി നമുക്ക് പോവല്ലേ? നമുക്ക് യാത്ര തുടങ്ങിയാലോ? പപ്പച്ച സൂപ്പർ. ചേച്ചി, ഞാനൊരു ചേച്ചീനെ ചേട്ടനെ പരിചയപ്പെടുത്താണ്. ഇതാണ് ചേച്ചി. ചേച്ചീൻ്റെ പേരെന്താ? തങ്കമ്മ വർഗീസ്. ചേട്ടൻ്റെ ഗോപാലൻ. നല്ലൊരു ചേച്ചിയും ചേട്ടയാണ് കേട്ടോ. അപ്പോൾ വരുന്നവരൊക്കെ ഈ കടയിൽ കയറുക, സാധനങ്ങളൊക്കെ വാങ്ങുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്നാ പോട്ടെ. ഓക്കെ ചേച്ചി, നല്ല പാവാട്ടോ രണ്ടുപേരും. അപ്പോൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്? ആ ആ ഓക്കെ. നല്ല സ്ഥലമാണ് കേട്ടോ. പൊളി സ്ഥലമാണ്. ചേച്ചീൻ്റെ ഇടയിൽ ഞാൻ ബ്രെഡാണ്. എത്ര ചേച്ചി? 30 രൂപയേ ഉള്ളൂ കേട്ടോ ബ്രെഡിന്. നല്ല ബ്രെഡ്. അപ്പം ഏതെങ്കിലും വാങ്ങുകയാണേ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇനി അങ്ങോട്ട് ഫുള്ള് തേയിലത്തോട്ടങ്ങളാട്ടോ. നമ്മളിപ്പോൾ വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. ടൗണ് കഴിഞ്ഞു. ഇനി ഫുള്ള് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള യാത്രയാട്ടോ. എന്ത് രസമാണ് കാണാൻ നോക്കിയേ. ഫുള്ള് തേയില. ഇത്രയും നല്ലൊരു സ്പോട്ടിന് വേറെ എവിടെ ഇല്ല കേട്ടോ കാണാൻ. അങ്ങ് കണ്ടോ പർവ്വത നിരകൾ. എന്നാൽ നമുക്ക് പോയാലോ? അപ്പോൾ ഇതാട്ടോ നെക്സ്റ്റ് കട. അപ്പോൾ നെക്സ്റ്റ് കടയിൽ എല്ലാവരും വരുമ്പോൾ ഒന്ന് സഹായിച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം കേട്ടോ. ഇവരിത് ഈ കട സാധനങ്ങൾ വിറ്റ് കുടുംബം ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വരിക, സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ റൈഡ് വരുന്നവരൊക്കെ ഒന്ന് സഹായിക്കണം. അമ്മച്ചീൻ്റെ പേരെന്താ? ജയ. പാവൻ അമ്മച്ചിയായിട്ട് കേട്ടോ. ഇത് ചേട്ടായിനും കൂടിയും കടയാണ്. അപ്പോൾ വരിക, സഹായിക്കുക.
ഇത് മലക്കപ്പാറ തന്നെയാണ് കേട്ടോ. മലക്കപ്പാറ കടമറ്റം. മലക്കപ്പാറ കടമറ്റം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരിക, സാധനങ്ങളൊക്കെ വാങ്ങുക. എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറേ കടകളുണ്ട്, എല്ലാവരും ജീവിക്കുന്ന സാധനം വിറ്റിട്ട് തന്നെയാണ്. വേറെ വരുമാനം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അവർക്ക്. അപ്പോൾ എല്ലാവരും വന്ന് കടകളിൽ കയറുന്നു, സാധനങ്ങളൊക്കെ സഹായിക്കണം കേട്ടോ. ഞാൻ വരുമ്പോൾ കുറച്ച് അപ്പച്ചന്മാരെ അമ്മച്ചിമാരെയൊക്കെ പരിചയപ്പെട്ടായിരുന്നേ. പാവങ്ങൾ കേട്ടോ, എല്ലാവരും ഒന്ന് സഹായിക്കണം. വരുമ്പോൾ കടയിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. നമ്മുടെ സഹായമാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റേഷനാണ് കേട്ടോ, ചെക്ക് പോസ്റ്റ് എത്തിയേ. ചെക്ക് പോസ്റ്റ്. ഇപ്പോൾ ഞാൻ ചെക്ക് പോസ്റ്റ് എത്തി, എൻ്റെ കാർഡെത്തി കൊടുക്കുന്നു. ഇവിടെ എൻ്റെ പാസ് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിൽ കയറി കേട്ടോ. ഇവിടെ ഒരു അമ്പലം വരുന്നുണ്ടേ. ഇതാണ് അമ്പലം. ഫുള്ള് തേയിലയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം കേട്ടോ. അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ അക്കമാർ, ചപ്പ് പറിക്കുന്ന അക്കമാർ ഫുഡ് കഴിക്കുന്നു. ഇവിടുത്താ എന്ത് രസമാണെന്ന് നോക്കിയേ. എന്തിൻ്റെ മുകളിൽ നിന്നാട്ടോ ഈ വെള്ളം വരുന്നത്. നല്ല അടിപൊളി സ്ഥലം കണ്ടോ, സൂപ്പർ സ്ഥലമാണ് വരുന്നത്. മഴക്കാറുണ്ട്, മഴ പെയ്യുമെന്ന് അറിയില്ല. ഞാൻ റോട്ടിൽ വന്നപ്പോൾ ഒരു അപ്പച്ചനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പച്ചൻ ലോട്ടറി വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ എല്ലാവരും വഴിയിൽ നിന്ന് കാണുന്നവരൊക്കെ ലോട്ടറി വാങ്ങാൻ സഹായിക്കുക, പാവട്ടോ. അപ്പച്ചൻ്റെ പേരെന്താ? സെൽവരാജ്. വീട് എവിടെയാ? വീട് കോട്ടയം. അപ്പോൾ ഇവിടെ എത്ര നാളായി വന്നിട്ട്? ഇവിടെ ഒരു 5-6 മാസമായിട്ട് ഇവിടെ വന്നിട്ട് ജോലി ലോട്ടറിയുടെ കച്ചവടം കൊണ്ടാണ് ജീവിക്കുന്നത്. അതേയുള്ള മാർഗം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അപ്പച്ചനെ ലോട്ടറി വാങ്ങുക, സഹായിക്കുക. ഈ വഴി റൈഡ് വരുന്നവർ എല്ലാവരും അപ്പച്ചനെ കാണുകയാണെങ്കിൽ ലോട്ടറി വാങ്ങി സഹായിക്കണം കേട്ടോ. ലോട്ടറിക്ക് എത്രയാണ് അപ്പച്ച? 50 രൂപയാണ്. 50 രൂപ. ഒരു ലോട്ടറി തരുമോ? തരാമല്ലോ. അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഒരു ലോട്ടറി എടുക്കാൻ ഞാൻ. അപ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ലോട്ടറി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങി സഹായിച്ചു കൊടുക്കണം കേട്ടോ. ഒരു പാവാണേ, എല്ലാവരും സഹായിക്കാം.